കൊണ്ടുപോകുന്നതിന് മുമ്പ് 3 ആഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ കാണുന്നത്. എൻ്റെ പെണ്ണിൻ്റെ അച്ഛനുമായിട്ട് വീട്ടിൽ വന്ന് ഫോൺ മേടിക്കാൻ വന്നു. അന്നാണ് ഞാൻ കാണുന്നത്. അല്ല ഞാൻ കണ്ടിട്ടില്ല. അത് ഓട്ടോയിലിരുന്നേ. അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഫോൺ ചോദിച്ചു. അമ്മ ഇരിക്കുന്നതുകൊണ്ട് ഫോൺ ചോദിച്ചില്ല. എന്നോട് വരാൻ പറഞ്ഞു. ഫോൺ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നു ജോലിക്ക് പോയി. അതായത് സിയാദിനെ കാണുന്നത് അതായത് ജൂൺ 16 മുമ്പ് അതിന് 3 ആഴ്ച മുമ്പാണ് സിയാദിനെ അവസാനമായി കാണുന്നത്. ആണ്. കുണ്ടറയിലെ സിയാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ തന്നെ സിയാദിനെ അതായത് മറ്റൊരാളുടെ മർദ്ദനമേറ്റിരുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പോലീസും അതായത് ഇത്തരത്തിൽ മർദ്ദനങ്ങൾ ഏറ്റിരുന്നു എന്ന കാര്യമൊക്കെ തന്നെ പോലീസും അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഈ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള ആ വ്യക്തി അതായത് സിയാദിനെ മർദ്ദിച്ചു എന്ന് പറയുന്ന ആ വ്യക്തി ഇപ്പോൾ മീഡിയാവിനൊപ്പം ചേരുകയാണ്. അതായത് സിയാദുമായിട്ട് ഏതെങ്കിലും തരത്തിൽ പരിചയമുണ്ടായിരുന്നോ? എനിക്ക് പരിചയമില്ലായിരുന്നു. സിയാദുമായിട്ട് ഏതെങ്കിലും തരത്തിൽ വ്യക്തിവൈരാഗ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. എന്താണ് സിയാദിനെ എന്താണ് അവസാനമായി കാണുന്നത്? കൊണ്ടുപോകുന്നതിന് മുമ്പ് 3 ആഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ കാണുന്നത്. എൻ്റെ പെണ്ണിൻ്റെ അച്ഛനുമായിട്ട് വീട്ടിൽ വന്ന് ഫോൺ മേടിക്കാൻ വന്നു. അന്നാണ് ഞാൻ കാണുന്നത്. അല്ല ഞാൻ കണ്ടിട്ടില്ല. അത് ഓട്ടോയിലിരുന്നേ. അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഫോൺ ചോദിച്ചു. അമ്മ ഇരിക്കുന്നതുകൊണ്ട് ഫോൺ ചോദിച്ചില്ല. എന്നോട് വരാൻ പറഞ്ഞു. ഫോൺ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നു ജോലിക്ക് പോയി. അതായത് സിയാദിനെ കാണുന്നത് അതായത് ജൂൺ 16 മുമ്പ് അതിന് 3 ആഴ്ച മുമ്പാണ് സിയാദിനെ അവസാനമായി കാണുന്നത്. ആണ്. സിയാദുമായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. എന്നെ വിളിക്കുകയോ ഒന്നുമില്ല. ഇവളുടെ അച്ഛനാണ് എൻ്റെ അടുത്ത് ഫോൺ ചോദിച്ചു. ഫോൺ കൊടുത്തു. അത്രേ ഉള്ളൂ. അല്ല ഞാൻ കണ്ടിട്ടില്ല. ഈ സിയാദ് മരിച്ചത് അറിഞ്ഞിരുന്നോ? അത് പിന്നാണ് അറിയുന്നത്. പോലീസുകാർ വന്നിട്ടാണ് ഞാൻ അറിയുന്നത്. പോലീസുകാർ എന്ത് ചോദിച്ചിട്ടാണ് വീട്ടിൽ വന്നത്? പോലീസുകാർ ഫോട്ടോ കാണിച്ച് ഞങ്ങളെ ജംഗ്ഷനിൽ വന്ന്. അപ്പോൾ അറിയാമോയെന്ന് ചോദിച്ചു. അങ്ങനെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മെമ്പറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. മെമ്പറുമായിട്ട് വൈകിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇങ്ങനെ കേസ് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ചെയ്തിട്ടില്ല, ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇതിന് മുമ്പ് 3 ആഴ്ചയ്ക്ക് മുമ്പ് ഫോൺ മേടിക്കാൻ അവളുടെ അച്ഛനുമായിട്ട് വന്നതാണ്, അല്ല ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൊട്ട് അത് കഴിഞ്ഞിട്ട് എന്തോന്ന് അത് നിന്നെ അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാന്ന് പറഞ്ഞു. നിന്നെ കണ്ടിട്ടില്ല, ഫോട്ടോ കണ്ടില്ല, നിന്നെ അറിയാൻ വേണ്ടി. അങ്ങനെ എൻ്റെ പേരും അഡ്രസ്സും നമ്പരും എല്ലാം എഴുതി മേടിച്ച് മെമ്പറിൻ്റെ നമ്പരും എഴുതി മേടിച്ചിട്ട് വിട്ടയച്ച്. അതോടൊപ്പം തന്നെ ഈ സിയാദ് മരിച്ചു കഴിഞ്ഞ ശേഷം ഈ പോലീസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, വന്നിട്ടില്ലായിരുന്നു. ഇല്ല. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി വീട്ടിലേക്ക് എത്തിയിട്ടില്ല? ആരും വന്നിട്ടില്ല. അത്തരത്തിലുള്ള യാതൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല? ഇല്ല, ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ പിന്നീട് അതായത് ഈ സിയാദിന് ഏതെങ്കിലും തരത്തിൽ മർദ്ദനമേറ്റതായി താങ്കൾക്കറിയാമോ? അത് നമുക്ക് അറിഞ്ഞുകൂടെ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ 3 ആഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ കാണുന്നത്. അല്ല ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഒറ്റ കണ്ടിട്ടുള്ളൂ. അതിന് പിന്നെ കണ്ടിട്ടില്ല. ഈ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ തങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ സിയാദിന് മറ്റൊരാളുടെ മർദ്ദനമേറ്റിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നിപ്പം സിയാദിൻ്റെ പിതാവിൻ്റെ സഹോദരൻ നൽകിയ മൊഴിയിൽ അടക്കം പറഞ്ഞിട്ടുള്ളത് തങ്ങളുടെ ഒരു മൊഴി, അതായത് അത് കുണ്ടറ പോലീസ് വ്യാജമായി കെട്ടിച്ചമച്ചതാണെന്നാണ് പിതാവിൻ്റെ സഹോദരൻ പറഞ്ഞിട്ടുള്ളത്. അതിലടക്കം താങ്കളുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്, അതായത് മർദ്ദിച്ചത് താങ്കളാണെന്ന് പറഞ്ഞുകൊണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അത് പേര് ഞാൻ കണ്ടു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചെയ്തിട്ടില്ല. അവിടെ ഇപ്പോഴത്തെ സാലി എടുത്ത് ചോദിച്ചാൽ അറിയാം വിവരം. അവർക്കറിയാം ഞാൻ അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അവർ വാടക താമസിക്കുന്ന വീട്ടിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർക്കറിയാം. അത് ഞാൻ ചെയ്തിട്ടില്ല. ഇത് ചെയ്യാത്ത കുറ്റമാണ്. ഞാൻ രാവിലെ 8:30 ആകുമ്പോൾ ജോലിക്ക് പോയിട്ട് വൈകിട്ട് 5:30 ആകുമ്പോൾ വീട്ടിൽ കയറുന്നതാണ്. അല്ല ഞാൻ എവിടെ പുറത്തോട്ട് പോകുന്നില്ല. ഈ ജൂൺ 16 എവിടെയായിരുന്നു? നാട്ടിലുണ്ടായിരുന്നു? അതായത് സിയാദ് ഈ പ്രദേശത്തുണ്ടായിരുന്നു? ജൂൺ 16 എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല. ജൂൺ 16 സിയാദിനെ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. 17 സിയാദിനെ കണ്ടിട്ടില്ല? ഇല്ല, 17 കണ്ടിട്ടില്ല. ഞാൻ പണിക്ക് പോകും, വീട്ടിൽ വരും, അത്രേ ഉള്ളൂ. അല്ലാതെ സിയാദുമായിട്ട് അങ്ങനെ യാതൊരു തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമോ ദേഷ്യമോ അല്ലെങ്കിൽ അടിപിടിയോ ഒന്നും ഉണ്ടായിട്ടില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്കളുടെ പേരാണ് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ചർച്ചയിലുള്ളത്? എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൻ്റെ ഈ സിയാദ് മരിച്ചതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരൊന്നും വീട്ടിലേക്ക് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല? കുണ്ടറയിലെ സിയാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിട്ടുള്ള യുവാവിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടിട്ടുള്ളത്. ഇതിൽ യുവാവ് പറഞ്ഞിട്ടുള്ളത് ഈ സിയാദുമായി തനിക്ക് യാതൊരു വ്യക്തിവൈരാഗ്യമില്ല, പ്രശ്നങ്ങളില്ല. സിയാദിനെ അവസാനമായി കണ്ടത് അതായത് ഈ ജൂൺ 16 3 ആഴ്ച മുമ്പാണ് ഈ സിയാദിനെ അവസാനമായിട്ട് കണ്ടിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് സിയാദ് മരിച്ചു കഴിഞ്ഞ ശേഷം കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഇവിടെ എത്തിയിട്ടില്ല. സിയാദിൻ്റെ മരണത്തിൽ തനിക്ക് പങ്കില്ല, സിയാദിനെ മർദ്ദിച്ചിട്ടുമില്ല. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് ഈ യുവാവ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം അനിൽ കാസേത്, മീഡിയ വൺ, കൊല്ലം.